നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. നമുക്കറിയാം അല്ലെ, 2 പേര് മതി ഒരു സമൂഹ പ്രാർത്ഥനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്താവും? വ്യക്തിപരമായ പ്രാർത്ഥനയാവും അല്ലെ. 19-ാമത്തെ വാക്യം എങ്ങനെയാണ്? വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. കാരണം എന്താണ്? 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അതാണ്. അതായത് 19-ാമത്തെ വാക്യവും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകണത്. എന്താ? 2 പേർ യോജിച്ച് ചോദിക്കുന്ന, അതായത് ഒരു മനസ്സോടെ, ഒരേ ആഗ്രഹത്തോടെ, ഒരേ സ്നേഹത്തോടെ, ഓരോ വിശ്വസ്തയോടെ, അതായത് നമ്മള് 2 പേരുടെ മനസ്സില് 2 ഉദ്ദേശമാണെങ്കിൽ എന്ത് പറ്റും? ഈ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം അല്ലെ ഉദ്ദേശം എന്താണ്, അല്ലേ? അറിയില്ലേ? അതായത് നമ്മള് ചിന്തിക്കുന്നത് എന്താണെന്നും ദൈവം ചിന്തിക്കുന്നത് എന്താണെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചോദിക്കുമ്പോ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. ആരാണ് ഞാൻ എന്താണെന്ന് അറിയുന്ന ഒരു ബോധ്യം വേണം. പിന്നെ ദൈവം എന്താണെന്ന് പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വലിയൊരു സത്യമാണ്. പരിശുദ്ധനാണ്, അത്യുന്നതനാണ്, സർവത്തിന്റെയും അധികാരിയാണ് അല്ലെ. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോട് നമ്മള് ചോദിക്കുന്ന പോലെയാണോ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്? ആണോ? അല്ല. നമ്മുടെ വികാരിയച്ഛനോട് നമ്മള് എന്തെങ്കിലും ചോദിക്കുന്ന പോലെയാണോ ദൈവത്തോട് ചോദിക്കേണ്ടത്? അല്ലെ. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോ ദൈവത്തിന് പ്രീതികരമാവാൻ സാധ്യതകള് കുറവാകാം, കൂടുതലാകാം. എന്താണ് കാരണം? ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പോ അതില് ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നപ്പോഴേക്കും അത് അക്രൈസ്തവനാണ്. അപ്പൊ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ആ വ്യക്തിയുടെ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ ഒന്നും ഫലം ഉണ്ടായില്ല. പക്ഷെ സത്യദൈവം ഇതിലിടപെട്ടു. സത്യദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തിക്ക് ബോധ്യം ഉണ്ടായി. അങ്ങനെ ആ 90 ദിവസം ഞാൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈശോ തന്നെ സൗഖ്യം കൊടുത്തതിന്റെ അനുഗ്രഹം ആ വ്യക്തിക്ക് വ്യക്തിപരമായി മനസ്സിലായി. അങ്ങനെ ഈ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ ആള് പിന്നീട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ജീവിതം തിരിച്ചു കൊടുത്തപ്പോഴേക്കും ആ വ്യക്തിക്ക് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. അതായത് തീർന്നു പോകുന്ന ജീവിതത്തിനെ ജീവൻ കൊടുത്ത് തിരിച്ചു വരുമ്പോ നമ്മള് നന്ദിയുള്ളവരായിരിക്കണം അല്ലെ. അങ്ങനെ മനുഷ്യൻ, അതായത് അക്രൈസ്തവർക്ക് കുറച്ചും കൂടി വിശ്വസ്തത ഉണ്ടാവും, സ്നേഹത്തിനൊക്കെ കുറച്ചും കൂടി ആത്മാർത്ഥത ഉണ്ടാവും. നമുക്കൊക്കെ എത്ര അനുഗ്രഹം കിട്ടിയാലും ക്രിസ്ത്യാനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്തോരം അനുഗ്രഹം കിട്ടിയാലും നമ്മള് കിട്ടുന്ന സമയം മാത്രമേ ഓർക്കാറുള്ളൂ. പിന്നീടുള്ള സമയം പെട്ടെന്ന് നമ്മളെ ഈ ലോകം അത് ഇങ്ങനെ ബ്ലാക്ക് ബോർഡിൽ വരക്കുന്ന വര പോലെ അത് മായ്ച്ച് കൊണ്ടിരിക്കും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ മറന്നു പോകുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം നന്ദിയില്ലാത്ത ജീവിതം നമ്മളിൽ വളരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ വ്യക്തി കുറെ നാൾ പ്രാർത്ഥിച്ചു. അപ്പോ പുള്ളി സുവിശേഷ വേലക്ക് വേണ്ടി സ്വന്തം ജീവൻ പൂർണ്ണമായും സമർപ്പിച്ചു. അങ്ങനെ കുറെ നാളിങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോ പുള്ളി ആയിരിക്കുന്ന സ്ഥലം വിശ്വാസമില്ലാത്തൊരു ഇടമാണ്. ചെന്നൈയിലോ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ വിശ്വാസികൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ മനുഷ്യന്റെ ആ ഒരു അനുഭവത്തിൽ കൂടി കിട്ടിയ അനുഗ്രഹത്തിന്റെ വെളിച്ചത്തില്
സാധിക്കുന്നത് പോലെ ഈശോയെ പറ്റി പറയാനായിട്ട് തുടങ്ങി. പക്ഷെ ഒത്തിരി ദുരിതമായിരുന്നു ജീവിതം. ദാരിദ്ര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ജീവൻ തിരിച്ചു കൊടുത്ത ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാര് ഈ മനുഷ്യനെ ഇറക്കി വിട്ടു. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം, ദാരിദ്ര്യ ദുഃഖം. അങ്ങനെ എങ്കിലും വിശ്വാസത്തിന് നല്ല വിശുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു കടന്നു പോയപ്പോ ആ വ്യക്തിക്ക് ശുശ്രൂഷകൾ ചെയ്യാനായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നിട്ടും അതിൽ പിടിച്ച് നിന്നുകൊണ്ട് അപ്പൊ ഈശോയോട് പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ആവശ്യമായ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്, അപ്പൊ ഒരു സൈക്കിള് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഇരിക്കാനുള്ള ഒരു കസേര വേണം. അങ്ങനെ ഓരോ ആവശ്യങ്ങളും ഈ വ്യക്തി ഈശോയോട് പറഞ്ഞു. പക്ഷെ അത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും 6 മാസത്തോളായിട്ടും ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ കൂടെ ഉണ്ടായവരോടൊക്കെ ഈ കാര്യം ഞാൻ ഈശോ എനിക്ക് തരും എന്ന് പറഞ്ഞത് കിട്ടി എന്നുള്ള ബോധ്യത്തില് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ കൂടെയുള്ളവരൊക്കെ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സൈക്കിള് കിട്ടി എന്നല്ലേ പറഞ്ഞത്, അതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ സത്യത്തില് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഈശോയോട് ഈ വ്യക്തി ചോദിച്ചു, എന്നെ നാണം കെടുത്തരുത്, കാരണം ഇത് തെളിവുകളില്ല. ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് തെളിവുകൾ വേണം, എല്ലാവർക്കും പ്രൂഫാണ് വേണ്ടത്. അപ്പോ സൈക്കിള് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഈശോ പറഞ്ഞു അത് ഗർഭത്തിലാണ്. അപ്പോ അതായത് പ്രോസസ്സിങ്ങിലാണ് ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് അതിന്റെ പൂർണ്ണതയിൽ ഏറ്റവും നന്നായിട്ട്. അപ്പൊ ഈശോയോട് ഈ വ്യക്തി ചോദിക്കും, ഇത്രയും നാള് ഞാൻ ചോദിച്ചിട്ട് തരാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും വ്യക്തിയോട് ഈശോ തിരിച്ചു ചോദിക്കുന്നതാണ്, നീ ഏത് തരം സൈക്കിളാണ് ആഗ്രഹിക്കുന്നത്, എന്ത് തരം ചെയറാണ്, എങ്ങനെയുള്ള ടേബിൾ ആണ്, അങ്ങനെ എല്ലാം ക്വാളിറ്റി അനുസരിച്ച് ബ്രാൻഡഡ് ആണോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് വേണ്ടത് എന്ന് ഈശോ ചോദിച്ചു. അതുകൊണ്ടാണ് നിന്റെ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും നീ അത് ക്ലിയർ ആക്കിയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് ഒരു ആവശ്യമുള്ള സാധനം, ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സൈസ് ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് അല്ല വാങ്ങിക്കണത്, അല്ലെ? നമ്മുടെ സൈസ് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള കളറ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള തുണി എത്ര മീറ്റർ ആണോ അത്രയും മീറ്റർ ആണ് ചോദിക്കുന്നത്. വെറുതെ ഇന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർക്ക് തരാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈശോ, ഒരു ക്ലാരിറ്റി വേണം. കൊടുക്കൽ വാങ്ങുന്നതിനൊക്കെ ക്ലാരിറ്റി ഉണ്ട് ദൈവത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനക്ക് ഇത്രയും ഡിലേ വന്നത്. നീ അത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഏത് ബ്രാൻഡാണ്, എത്ര ക്വാളിറ്റി ഉള്ളതാണ്, എന്തോരം വലിപ്പമുള്ളതാണ് എന്നൊക്കെ നീ പറയണം, എന്നാലാണത് എനിക്ക് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ വ്യക്തിക്ക് അത്ഭുതമായി. അപ്പോ പ്രാർത്ഥന എത്തിയിട്ടുണ്ട്, എന്റെ മിസ്റ്റേക്ക് ആണ് പുള്ളി മനസ്സിലായി. അങ്ങനെ ആ വ്യക്തി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അമേരിക്കൻ കമ്പനിയുടെ ഒരു സൈക്കിളാണ് ചോദിച്ചത്. അങ്ങനെ ഒരു സമയത്ത് ദൈവം കൃപയാൽ അത് കൊടുത്തു. അങ്ങനെ ഓരോ വസ്തുക്കളും കൊടുത്തു. അപ്പൊ ഈശോയോട് ചോദിക്കുമ്പോ നമുക്കൊരു ക്ലാരിറ്റി വേണം. നമുക്ക് ആ ഒരു ബന്ധം, അതായത് കിട്ടാതിരിക്കുമ്പോഴും ഇപ്പൊ ഈ ആളുകൾ കളിയാക്കി, നീ സൈക്കിള് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴേ വീട്ടിൽ വന്ന് ഞാൻ നിന്റെ സൈക്കിള് കാണട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ വ്യക്തിക്ക് നാണക്കേടായി. കാരണം സൈക്കിള് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോ ഒരു ഗർഭിണിയുടെ ഉദരത്തില് എന്താ ഉള്ളത്? കുഞ്ഞുണ്ട്, അല്ലേ? അത് ജീവനുണ്ട്. അതെന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം, ഇല്ലേ? അറിയാവോ? അറിയാം. അതായത് ഗർഭിണിയായിരിക്കുമ്പോ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് പ്രസവിക്കുന്നത് വരെ, അല്ല, ഡെലിവറി ആകുന്നത് വരെ ആ കുഞ്ഞ് ഉദരത്തിൽ കിടന്ന് വളരുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഡെലിവറി ടൈം ആകുന്നത് വരെ അതിന് വളർച്ച പൂർണ്ണതയിൽ എത്തണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആ പൂർണ്ണത എത്താൻ വേണ്ടി ആയിരിക്കും ഈ ഡിലേ വരുന്നത്. ഈ ഡിലേ വരണതിന്റെ കാര്യം അതാ. ദൈവത്തിന്റെ യേശു പറയുന്നില്ലേ വചനത്തില്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് പറയുന്നുണ്ട്, എന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നാശത്തിലേക്കുള്ളതല്ല ക്ഷേമത്തിലേക്കുള്ളത്, നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതതിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് നമുക്കത് അത്ഭുതകരമായ ഒരു അനുഗ്രഹമാക്കി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ചില
നമ്മൾ ഒത്തിരി അധ്വാനിച്ചിട്ട് എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഈശോയോട് എപ്പോഴും പരാതി പറഞ്ഞു. ഞാൻ വലിയ വലിയ ആത്മീയതയുടെ വലിയ ഉന്നതിയിൽ നിൽക്കുന്നതല്ല, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും എനിക്ക് ഇന്ന് വരെ ഒരു സംതൃപ്തി എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല. എങ്കിലും അങ്ങോട്ട് ചെയ്യുന്നു, ഈശോ പറയുന്ന പോലെ ചെയ്യുന്നു. ഈശോ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യുന്നു. ചിലപ്പോ എന്നെ തല്ലുകൊള്ളാൻ പറയും, ചിലപ്പോ തല്ലുകൊള്ളും. ചീത്ത കേൾക്കാനായിട്ട് കൊണ്ട് നിർത്തും, ചിലപ്പോ അത് കേൾക്കും, ചിലപ്പോ പ്രതികരിക്കും. പ്രതികരിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗീറ് എനിക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈശോയുടെ ആ ഒരു ഇഷ്ടവും ആഗ്രഹവും അനുസരിച്ച് നമ്മള് ചിലപ്പോ സഹനങ്ങൾ, നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്? പരിശുദ്ധ അമ്മ തന്നെയാണ്, അല്ലെ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ദൂതൻ ദൈവപിതാവിൽ നിന്നും സ്വീകരിച്ച ദൂത് കൊണ്ടുവന്നിട്ട് ഈ ഭൂമിയില് പിന്നീടുള്ള ജീവിതം വളരെ ദയനീയമായിരുന്നു, അല്ലെ? അപ്പൊ സ്വർഗത്തിന്റെ സർവ്വ കൃപകൾ, അപ്പൊ നമുക്ക് സ്വർഗത്തിന്റെ കൃപകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് തന്നെ അറിയില്ല കൃപയുണ്ടോ എന്ന് തന്നെ, അല്ലെ? ഇവിടെ സ്വർഗത്തിന്റെ സർവ്വ കൃപകൾ നിറഞ്ഞ മറിയത്തോട് പറയും, ദൈവകൃപ നിറഞ്ഞവളെ, അതായത് നിറഞ്ഞ ഫുൾ ഓഫ് ഗ്രേസ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധമ്മ. പക്ഷെ ഈ ഭൂമിയില് പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടായിരുന്നോ വ്യക്തിപരമായിട്ട്? അല്ലെ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ പേരെ ഉണ്ടായിട്ടുള്ളൂ. അതും പെട്ടെന്നൊന്നും മനസ്സിലായിട്ടുമില്ല, അല്ലെ? ആദ്യം മനസ്സിലാക്കിയത് എലീശ പുണ്യവതി, അതായത് ഇളയമ്മ, അല്ലെ? അപ്പം അതും പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ടാണ് അത് സംഭവിച്ചത്. അതായത് പരിശുദ്ധ അമ്മ ചെന്ന് കയറിയപ്പോഴേക്കും അവിടെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്, അല്ലെ? പരിശുദ്ധ അമ്മ കനായിൽ കടന്നു ചെല്ലുമ്പോ അമ്മ ഒരു നെയ്ബറായിട്ട് മാത്രമാണ് അവിടെ കടന്നു ചെല്ലണത്, അല്ലെ? നമ്മുടെ വീട്ടില് നമ്മൾ ദൈവവിശ്വാസത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന്, പ്രതിസന്ധി വന്നു, ചിലപ്പോ നമ്മൾ അവരോട് ഒരു കാര്യം ഉപദേശിക്കുകയോ എന്തെങ്കിലും ഒരു റീസൺ ഇന്നതാണ് കാര്യം എന്ന് പറയുകയോ, പക്ഷെ അവരത് അംഗീകരിക്കണമെന്നില്ല. ഉണ്ടോ? കാരണം നമ്മൾ വെറും സാധാരണ മനുഷ്യരാണ്, നെയ്ബറാണ്. അപ്പോ കഴിഞ്ഞ കുറച്ചാൾക്ക് മുമ്പ് ഞാന് ഒരു അമ്മ മോനെ കുറിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ തുറന്നപ്പോഴേക്കും കറക്റ്റ് വചനം കിട്ടി. അപ്പോ ഞാൻ ആ വചനം ചെന്ന് അവരോട് പറഞ്ഞപ്പോഴേക്കും അവര് കണ്ടുപിടിച്ച് പറഞ്ഞതാണോ എന്ന് എന്നോട് ചോദിച്ചത്. കണ്ടുപിടിച്ച് പറഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോ കാരണം എന്താ? അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ലേ, അല്ലേ? അപ്പം ഇതാണ് നമ്മളുടെ ചുറ്റും, അതായത് നമ്മളുടെ ദുർബലതയും മനുഷ്യരുടെ ബുദ്ധിയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അപ്പൊ എന്താണ് നമ്മളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആദ്യം ദൈവത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കണം. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു വ്യക്തമായ അടിത്തറയുള്ള വിശ്വാസം വേണം. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വ്യക്തതയും സത്യബോധ്യവുമുള്ള അടിത്തറ വേണം, ഒരു ഫൗണ്ടേഷൻ വേണം നമുക്ക്. ആ ഫൗണ്ടേഷൻ ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധികള് നമുക്ക് ആടിയൊലയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് അതിന് തുടക്കം കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ ബുദ്ധി ശരിക്കും നമ്മളിട്ട് ഇങ്ങനെ ആടിയൊലക്കും. അപ്പോ എന്തു പറ്റും? അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഇനിയിപ്പോ വിശ്വാസം നല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ദൈവം വിശുദ്ധി കൂടുതൽ മഹത്വം നൽകാനായിട്ട്, അതായത് ദൈവം നമ്മളെ കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ ഒരു പടിയും കൂടി ഉയർത്താൻ വേണ്ടി കൂടുതൽ പരീക്ഷിക്കും. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധി കൊണ്ടുള്ള ഉദ്ദേശമല്ല, ദൈവം സർവജ്ഞാനിയാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ അളക്കാൻ നിൽക്കരുത്, അത് അപകടമാണ്. കാരണം എന്താ?
ദൈവത്തിന് നമ്മളെ ജനിക്കുന്നതിന് മുമ്പേ അറിഞ്ഞു എന്നാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. ജെറമ്യ പ്രവാചകനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനാലെ ഓരോ വചനവും ആത്മാവിൽ സ്വീകരിച്ച് സൗഖ്യം കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താ പറയണേ, 2 3 പേർ. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുമ്പോ കുറച്ചു പേരേ ഉള്ളൂ എന്നുള്ള വിഷമം വേണ്ട എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ ഓർപ്പിക്കണം. അതായത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള ദുർബലതകള് ചിന്തകളിൽ കൂടി വന്ന് നമ്മളെ നിരാശപ്പെടുത്താൻ കുറേ റീസൺ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പൊ നമ്മുടെ കുറവാണോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കുഴപ്പമാണോ, അല്ലെ കൂട്ടായ്മയിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ ഇതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ റീസൺ മനസ്സിലാവില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ കുറെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കുറെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാത്തെന്ന് വെച്ചാല് അവിടെ ദൈവത്തിന് ഒരു സമയം ഉണ്ടല്ലോ, അതാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവിനോട് പറയണ എന്റെ സമയത്തെ ത്വരിതപ്പെടുത്തി എന്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്റെ ജീവിത മേഖലകളെ അവിടുന്ന് സമയത്തെ ദൈവത്തിന് 1 മണിക്കൂർ 1 മിനിറ്റ് ആക്കാൻ പറ്റും, 1000 മണിക്കൂർ 1 മണിക്കൂർ ആക്കാനും പറ്റും. വളരെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് നമ്മള് ഇങ്ങനെ വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് ചുമ്മാ പറഞ്ഞു കേൾക്കുന്ന വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ കൂടി കിട്ടുന്ന വിശ്വാസം. അതായത് ഇപ്പം നമ്മളെ പറ്റി ഒരു ആള് പറയാണ് ഇന്നതുപോലെ ആകും, ദൈവം ഇന്നതുപോലെ അനുഗ്രഹിക്കുമെന്ന്. അത് പരിശുദ്ധാത്മാവിനാൽ ആണ് അത് പറയുന്നതെങ്കിൽ നാളെ തന്നെ അത് സംഭവിക്കണമെന്നില്ല, അല്ലെ? നാളെ തന്നെ സംഭവിക്കില്ല. അത് കാലം എടുത്ത് പറയാലോ. നമ്മളൊരു കുഞ്ഞിനെ ജനിക്കുമ്പോ ഗർഭിണിയാണ് എന്ന് അറിയുമ്പോ തന്നെ കുഞ്ഞ് റെഡിയാകുന്നുണ്ടോ? 9 മാസം മുഴുവനും കാത്തിരിക്കണം, അല്ലെ? 9 മാസവും 9 ദിവസവും ഒക്കെ കാത്തിരുന്നതിന് ശേഷമാണ് കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് ഡെലിവറി ആവണത്, ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് തരണത്. അപ്പോ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിംഗ് ആണ്. അതാണ് നമ്മളുടെ ഇഷ്ടത്തിനും സമയത്തിനും വില കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോ അതൊരു വലിയൊരു നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. അപ്പൊ നമ്മുടെ വിശ്വാസം കുറയാം, വിശുദ്ധി കുറയാം, ദൈവത്തോടുള്ള തീഷ്ണത കുറയാം, ദൈവത്തോടുള്ള സ്നേഹം കുറയാം. അങ്ങനെ ദൈവവുമായിട്ട് കണക്ട് ആയിട്ടുന്ന നന്മയുള്ള ഒരു ഹൃദയത്തിന്റെ ദുർബലത വർദ്ധിപ്പിക്കാൻ പിശാചിന് ഒത്തിരി സഹായകമായ മോട്ടിവേഷൻ നമുക്ക് തരാൻ സമയം എടുക്കുന്ന അവസ്ഥയാണ് വിശ്വാസം. വിശുദ്ധീകരണ നാള് നമ്മുടെ നല്ല വിശ്വാസിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അബ്രഹത്തിന്റെ വിശ്വാസം അങ്ങനെ വിശദീകരിക്കപ്പെട്ടതാണ്. പക്ഷെ അബ്രഹാം എന്തായി മാറി? വിശ്വാസികളുടെ പിതാവായി മാറി. അപ്പം അങ്ങനെയാണ് എല്ലാ ജീവിതങ്ങളിലും ദൈവത്തിനൊരു സമയമുണ്ട്, കാലമുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ എന്റെ സ്വന്തം ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഈശ്വരനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാശ് നഷ്ടം വന്നിട്ടുണ്ട്, സമയനഷ്ടം വന്നിട്ടുണ്ട്, ആരോഗ്യ നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതിഫലം കിട്ടിയോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിശബ്ദം നിൽക്കേണ്ടി വരും. പക്ഷെ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണവും കൂടി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പൂർത്തിയാകുന്നത് വരെ ആ പ്രോസസ്സിങ് നടന്ന അവസാന നിമിഷം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ലാതിരുന്നിട്ട് പോലും അമ്മയ്ക്ക് ആ 33 വർഷം ഈശോയിൽ നിന്നും കിട്ടിയ സ്നേഹം ഏറ്റവും സഹനങ്ങളുടെ ഭീകരതയുടെ മുഖങ്ങളിൽ കൂടി കടന്നുപോകും ഓരോ ദിവസം. അതായത് ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവാചകരിൽ കൂടി ശിമിയോൻ പ്രവാചകൻ കൂടി പറയുന്നുണ്ട്, ജനിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് മാലാഖ വന്നിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞ് എന്തായി തീരുമെന്ന്. അപ്പോ അതായത് പരിശുദ്ധ മറിയം ഒരു സാധാരണ വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പരിശുദ്ധി, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചവരിലെ വിശുദ്ധര് പോലെയല്ല പരിശുദ്ധ മറിയം.
അമ്മ ജനനം കൊണ്ട് തന്നെ പരിശുദ്ധ, അതുകൊണ്ടാണ് മറിയത്തെ വിശുദ്ധ മറിയം എന്ന് പറയുന്നില്ല, പരിശുദ്ധ മറിയം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രമാത്രം പ്യൂരിറ്റി, ഒരു കണിക പോലും മാലിന്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഭൂമിയിൽ ജീവിച്ച സൃഷ്ടിയായ പരിശുദ്ധ മറിയം. അപ്പൊ അവിടെയൊക്കെ വ്യക്തതയുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. നമുക്കൊക്കെ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളിൽ അശുദ്ധി കയറും, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ അശുദ്ധി കയറും, നമ്മുടെ ചിന്തകളിലൊക്കെ അശുദ്ധി കയറുമ്പോൾ പിശാചിന് വളരെ എളുപ്പമാണ് നമ്മളെ വഴിതെറ്റിച്ച് വിടാൻ. പക്ഷെ എങ്കിലും ദൈവം കാരുണ്യം കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് നമ്മൾ പിന്നെയും വലിച്ചു കൊണ്ടുവരും. അപ്പം ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശുദ്ധിക്കുറവ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഐക്യം ഉണ്ടാകണം. നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ എല്ലാം നമ്മളൊരു ഐക്യം വേണം. ദൈവത്തോടുള്ള ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു സമയം ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, അതിന്റെ മുകളിൽ ദൈവത്തിന്റെ മഹത്വവും കൂടി പ്രകടമാകണം. എല്ലാം ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത്, ആ മഹത്വം കൊടുക്കാൻ, അതായത് പൂർണ്ണമായ ഒരു മഹത്വം ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് 18-ാമത്തെ വാക്യത്തില് മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ വാക്യം ഇങ്ങനെയുണ്ട്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എന്താണ് ആ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹത്തിന്റെ ഐക്യം എന്ന് കഴിഞ്ഞാൽ സ്വർഗത്തില് അഴിക്കാനും ഭൂമിയിൽ അഴിക്കാനും, സ്വർഗത്തിൽ കെട്ടാനും ഭൂമിയിൽ കെട്ടാനും ഒക്കെ അത്രമാത്രം ശക്തി നമുക്കുണ്ട് എന്നുള്ള ഒരു യോഗ്യത കൂടിയാണ് ദൈവം ഈ വചനത്തിൽ കൂടി പറയുന്നത്. അതുപോലെ എന്താണ്, വീണ്ടും പറയാണ്, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ വ്യക്തത വേണം. രണ്ടുപേർ ഭൂമിയിൽ യോജിച്ച് ചോദിക്കുന്ന, അതായത് ഐക്യത്തോടുകൂടെ വിശുദ്ധിയിൽ ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത്. അപ്പോ നമ്മുടെ മധ്യ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ദൈവമായ പരിശുദ്ധാത്മാവുണ്ട്, പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്. അപ്പൊ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ മാലാഖമാരുണ്ട്, പിന്നെ സകല വിശുദ്ധരുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തിന്റെ മുന്നിലാണ് ഞാൻ എന്റെ ഇന്റൻഷൻ സമർപ്പിക്കുന്നത്. അപ്പൊ അവരൊക്കെ വെറുതെ നോക്കിയിരിക്കോ? ഇല്ല. മനുഷ്യരെ പോലെയല്ല, സ്വർഗത്തിലെ ഓരോ ആത്മാവും, അതായത് സൃഷ്ടികളായിരുന്ന ഓരോ ആത്മാവും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അതുകൊണ്ടാണ് അപ്പോ ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടത് എന്താണ്? ഒരു ഐക്യം വേണം, സ്നേഹം വേണം. അവരുടെ ആ ഒരു മധ്യസ്ഥം നമുക്ക് പൂർണ്ണമായി ലഭിക്കുവാനായിട്ടുള്ള അനുഗ്രഹം. നമുക്കിപ്പോ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പൊ ചിലപ്പോ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന കുടുംബ പ്രാർത്ഥനയുടെ മുമ്പിലുള്ള വിരസത, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉള്ള താല്പര്യക്കുറവിന്റെ മുമ്പില് പിശാചിന് ഭയങ്കര വലിയൊരു ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല, ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ്. നമ്മൾ പ്രത്യേകിച്ച് ജപമാല ചെല്ലുമ്പോൾ ദൈവത്തോട് സ്നേഹ സംഭാഷണത്തിനൊന്നും ഇരിക്കില്ല, നമ്മളൊരു റുട്ടീൻ പോലെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ അതെല്ലാം എന്താണ്? സ്വർഗസ്ഥനായ ജപമാല എന്താണ്? ദൈവപിതാവിനോടുള്ള പ്രാർത്ഥനയാണ്, അല്ലേ? നമ്മള് അളവില്ലാത്ത മുതൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുതൽ അത് അവസാനിക്കുന്നത് വരെ ഒരുപാട് വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, പിന്നെ ആരുണ്ട്? നമ്മുടെ കാവൽ മാലാഖയുണ്ട്. ഈ കാവൽ മാലാഖ ആരാണ്? ദൈവത്തിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരൂപിയാണ്, അല്ലേ? ആണോ? അപ്പം ഇവരുടെയൊക്കെ ഇടയിലാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ഐക്യം സ്വർഗം അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വചനത്തിന്റെ ഒരു ആന്തരിക അർത്ഥം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുക, ഇതുവരെ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടില്ലെങ്കിൽ ഭൂമിയിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധിയുടെ കുറവോ ഐക്യത്തിന്റെ കുറവോ സ്നേഹത്തിന്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയുടെ
ഉത്തരം കിട്ടാൻ വൈകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ? നമ്മുടെ പ്രശ്നം തന്നെയാണ്. നമ്മളുടെ പ്രശ്നമാണ്, നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റാണ്. അപ്പൊ തെറ്റ് തിരുത്തുക എന്നുള്ളത് ഒരു എളിമപ്പെടുന്ന ഒരു അനുഭവമാണ്, ഒരു പുണ്യമാണ്. എളിമയുടെ സ്നേഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പോലെ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ എന്ത് കേട്ടു എന്ന് പറഞ്ഞത്? നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് പറയുന്നത് അല്ലേ? ആണോ? അതെ അതെ അപ്പൊ പ്രാർത്ഥന കേൾക്കാൻ കുറെ റീസൺ ഉണ്ട്, കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ നമ്മൾ ഇങ്ങനെ ഒരു എന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കാം, പക്ഷെ റിപ്ലൈ കിട്ടുമ്പോൾ അതിനൊരു വ്യത്യസ്തതയുണ്ടെന്നുള്ള കാര്യം. സുഹൃത്തിനോട് നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും നല്ല ഭാഷയിൽ സംസാരിക്കാം, മോശം ഭാഷയിൽ സംസാരിക്കാം, പക്ഷെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി വിശുദ്ധി വേണം എന്നുള്ള കാര്യത്തിൽ, വിശ്വസ്തത വേണം, സ്നേഹം വേണം, ആത്മാർത്ഥത വേണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചകൾക്കാണ് പ്രാർത്ഥനകളുടെ ഉത്തരം കിട്ടാൻ വൈകുന്നത്. ആ ഒരു മേഖലകളെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അതിജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥ,